ഹായ് എവരിവൺ, നമ്മൾ മൊഡ്യൂൾ 3 ഡി സി മോട്ടർ തുടങ്ങുകയാണ്. അപ്പോൾ ഡി സി മോട്ടറും ഡി സി ജനറേറ്ററും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്കറിയാം. ഡി സി ജനറേറ്റർ എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആക്കിയിട്ട് മാറ്റുന്ന മെഷീനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡി സി ജനറേറ്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ എനർജീനെ മെക്കാനിക്കൽ എനർജി ആക്കിയിട്ട് മാറ്റുന്ന മെഷീനെയാണ് നമ്മൾ ഡി സി മോട്ടോർ എന്ന് പറയുന്നത്. അതായത് ഡി സി മോട്ടോർ എന്ന് പറയാനുള്ള കാരണം, നമ്മൾ ഡി സി സപ്ലൈ ആണ് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡി സി മോട്ടോർ എന്ന് പറയുന്നത്. വർക്കിംഗ് പ്രിൻസിപ്പിൾ നമുക്കറിയാം. എന്തായിരുന്നു ഡി സി മോട്ടോറിൻ്റെ ആയാലും ഡി സി ജനറേറ്ററിൻ്റെ ആയാലും വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ് എന്ന് നമുക്കറിയാം. എന്താണ്? ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് എന്ത്, മോട്ടറിൻ്റെയും ജനറേറ്ററിൻ്റെയും വർക്കിംഗ് പ്രിൻസിപ്പിളായിട്ട് പറയുന്നത്. പക്ഷേ നമ്മളത് പറയുന്ന രീതിയിൽ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. അതായത് ജനറേറ്റർ ആകുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് ഇലക്ട്രിക്കൽ എനർജി കിട്ടുകയാണ്. അപ്പോൾ നമ്മൾ വെനെവർ എ കണ്ടക്ടർ കട്ട്സ് എ മാഗ്നറ്റിക് ഫ്ലക്സ് ആൻഡ് EMF ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദാറ്റ് കണ്ടക്ടർ എന്ന് പറയുന്നു. ഇനി മോട്ടോറാണ് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഒരു കറണ്ട് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇടയിൽ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനെ കൊണ്ടുപോയി വെച്ചാൽ അതിനെന്ത് ചെയ്യാനുള്ള, റൊട്ടേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. അതായത് when a current carrying conductor is placed in a magnetic field it experience a torque, it has a tendency to move. അതായത് ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊരു ടോർക്ക് ഉണ്ടാവുകയും അതിനെന്ത് ചെയ്യാനുള്ള, റൊട്ടേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഡി സി മോട്ടോറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അത് എന്ത് തന്നെയാണ്, ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ തന്നെ ആണ്. ഇനി അതിൻ്റെ ഡയറക്ഷൻ, അതായത് മോട്ടോറിൻ്റെ എങ്ങോട്ട് കറങ്ങണം എന്നുള്ള ഡയറക്ഷൻ നമ്മൾ പറയുന്നത് ഫ്ലെമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചിട്ടാണ്. അതായത് നമ്മൾ ജനറേറ്ററിൽ പറഞ്ഞിരുന്നത് ഈ ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഡയറക്ഷൻ പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നത് ഫ്ലെമിങ്ങിൻ്റെ റൈറ്റ് ഹാൻഡ് റൂളാണെങ്കിൽ ഇതിൽ ഫ്ലെമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂളാണ് പറയുന്നത്. അതായത് നമ്മൾ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിൻ്റെ 3 വിരലുകൾ, അതായത് 4 ഫിംഗർ, തമ്പ്, മിഡിൽ ഫിംഗർ മൂന്നും മ്യൂച്വലി പെർപെൻഡിക്കുലറായിട്ട് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെ ഇൻഡെക്സ് ഫിംഗർ റെപ്രസെൻറ്റ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, അതുപോലെ തന്നെ മിഡിൽ ഫിംഗർ ഇൻഡിക്കേറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ആൻഡ് ദ തമ്പ് റെപ്രസെൻറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് എക്സ്പീരിയൻസ് ടു ദ ഷാഫ്റ്റ് ഓഫ് ദ മോട്ടോർ. അതായത് നമ്മുടെ 4 ഫിംഗർ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനെയും മിഡിൽ ഫിംഗർ കറണ്ടിൻ്റെ ഡയറക്ഷനെയും, നമ്മളെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും കറണ്ടിൻ്റെയും ഡയറക്ഷനെയും, തമ്പാണ് എന്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഫോഴ്സ്, അതായത് എന്തിൽ ഷാഫ്റ്റിൽ ഉണ്ടാകുന്ന ഫോഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് എന്ത് പറയുന്നത്, ഫ്ലെമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ പറയുന്നത്. അപ്പോൾ ഈ റൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഏത് സൈഡിലേക്കാണ്, ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ നമ്മുടെ മോട്ടോർ മൂവ് ചെയ്യുന്നത് എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എന്തെന്ന് പറയുന്നത്, ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ. അതുപോലെ വർക്കിംഗ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ വർക്കിംഗ് എന്ന് പറയുന്നത് എന്തിൻ്റെ, ഡി സി മോട്ടോറിൻ്റെ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഡി സി മോട്ടോറിൻ്റെ വർക്കിംഗ് ആൻഡ് വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് വർക്കിംഗ് പ്രിൻസിപ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസാണ്. അതായത് എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മളൊരു മോട്ടോർ കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്നാണ്. ഡി സി മോട്ടോർ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്കറിയാം, നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇത് ഫസ്റ്റ് മൊഡ്യൂളിൻ്റെയും തേർഡ് മൊഡ്യൂളിൻ്റെയും ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ രണ്ടിൻ്റെയും ഏകദേശം ഒരുപോലെയാണ്. അതായത് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക്. കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ്, ഡി സി മെഷീൻ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ മെഷീനാണ്. അത് മോട്ടർ ആയാലും ജനറേറ്റർ ആയാലും അതിൽ ചെറിയ വ്യത്യാസങ്ങളേ ഉണ്ടാവുള്ളൂ. ഉണ്ടാവുന്ന എല്ലാ പാർട്സും എന്തുതന്നെയാണ്, ഒരുപോലെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഡി സി മോട്ടോറിൻ്റെയും ഡി സി ജനറേറ്ററിൻ്റെയും കൺസ്ട്രക്ഷൻ ഒരുപോലെ തന്നെയാണ്. ഇനി നെക്സ്റ്റ് അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ആണെങ്കിലും രണ്ടും ഒരുപോലെ തന്നെയാണ്. വോൾട്ടേജ് ഇക്വേഷനിലും കറണ്ട് റിലേഷനിലും ചെറിയ വേരിയേഷൻ ഉണ്ടാവും എന്നുള്ളത് മാത്രമേ എന്തിനുള്ളൂ, പ്രശ്നമുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളും തേർഡ് മൊഡ്യൂളും തമ്മിലുള്ളൊരു ബന്ധം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ് നമ്മൾ എന്തിൽ പഠിച്ച പോലെ തന്നെയാണ്. ജനറേറ്ററിൽ എങ്ങനെയാണോ നമ്മൾ അത് ഡിസ്കസ് ചെയ്തത് അതുപോലെ തന്നെയാണ് എന്തിലും വരുന്നത്, മോട്ടറിലും വരുന്നത്. നമുക്കറിയാം, ജനറേറ്ററിൽ നമ്മൾ പഠിച്ചിരുന്നു, ആദ്യം ഉണ്ടാകുന്നത് ഒരു എൻഡ് കവർ ഉണ്ടാവും. ആ എൻഡ് കവർ കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും, യോക്ക് ഉണ്ടാവും.
ഒരു മാഗ്നറ്റിക് പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ ഒരു യോക്ക് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ യോക്കിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, പോള് ബോൾട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, പോൾ ഉണ്ടാവും, പോൾ ഷൂ ഉണ്ടാവും, പോൾ വൈൻഡിങ് ഉണ്ടാവും, അല്ലെങ്കിൽ ഫീൽഡ് വൈൻഡിങ്, പോൾ വൈൻഡിങ് അല്ലെങ്കിൽ ഫീൽഡ് വൈൻഡിങ് എന്ന് പറയും. പിന്നെ അതുപോലെ ഉള്ളിൽ എന്തുണ്ടാവും, ആർമേച്ചർ ഉണ്ടാവും, ആർമേച്ചർ സ്ലോട്ടുകൾ ഉണ്ടാവും, ആർമേച്ചർ കണ്ടക്ടറുകൾ ഉണ്ടാവും. ഓക്കെ, അതിൻ്റെ ഉള്ളിലായിട്ട് എന്തുണ്ടാവും, കമ്മ്യൂട്ടേറ്റർ ഉണ്ടാവും, കമ്മ്യൂട്ടേറ്ററിൻ്റെ മുകളിൽ ബ്രഷ് ഉണ്ടാവും, അതിൻ്റെ അടിയിലായിട്ട് എന്തുണ്ടാവും, നമ്മൾ ഷാഫ്റ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഫീൽഡിലേക്ക് നമ്മൾ സപ്ലൈ കൊടുക്കുന്നു, മോട്ടർ എന്ത് ചെയ്യുന്നു, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു, അതിൻ്റെ ഗാൻഡിങ് കണ്ടക്ടർ ആയതുകൊണ്ട് എന്ത് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാകുന്നു, മോട്ടറിന് റൊട്ടേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ കൺസ്ട്രക്ഷനിലെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. പാർട്സ് യൂസ്ഡ് ഇൻ കൺസ്ട്രക്ഷൻ ഓഫ് DC, ദ മെയിൻ പാർട്സ് യൂസ്ഡ് ഇൻ DC മോട്ടർ, യോക്ക്, പോള്, ഫീൽഡ് വൈൻഡിങ്, കമ്മ്യൂട്ടേറ്റർ, കാർബൺ ബ്രഷ്, ബിയറിങ് എക്സെട്ര. അപ്പോൾ അതിൻ്റെ ഫിഗറാണ് നമ്മൾ കുറച്ച് മുമ്പ്. ആദ്യമായിട്ട് നമ്മൾക്ക് പറയാനുള്ളത് യോക്കാണ്. യോക്ക് ആക്ട് ആസ് എ ഔട്ടർ കവർ ഓഫ് DC മോട്ടോർ ആൻഡ് ഇറ്റ്സ് ആസ് ഷോൺ ആൻഡ് ഫ്രെയിം. അതായത് ഔട്ടർ ഫ്രെയിമിൻ്റെ അടിയിൽ ഒരു ഫ്രെയിമായിട്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു കവറായിട്ടാണ് എന്തിനെ യൂസ് ചെയ്യുന്നത്, യോക്കിനെ യൂസ് ചെയ്യുന്നത്. യോക്ക് എന്ന് പറയുന്നത് അയൺ ബോഡി ആയിരിക്കും. ഇപ്പോൾ ലോ റിലക്റ്റൻസ് ലോ റിലക്റ്റൻസ് മാഗ്നറ്റിക് ഫീൽഡുള്ള എന്തായിട്ട് കാസ്റ്റ് അയൺ അല്ലെങ്കിൽ സിലിക്കൺ സ്റ്റീലുകൾ പോലുള്ള മെറ്റീരിയൽ കൊണ്ട്, ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ കൊണ്ടാണ് നമ്മൾ എന്തുണ്ടാക്കിയിട്ടുണ്ടാവില്ല, സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ടാണ് എന്തുണ്ടാക്കിയിട്ടുണ്ടാവുക, യോക്ക് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. രണ്ട് പർപ്പസാണ് നമ്മൾ യോക്കിന് പറയുന്നത്. ഒന്ന് മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ, അതായത് പുറത്തുനിന്നുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് എന്തിനെ, പോളിനെയോ ആർമേച്ചറിനെയോ ഒന്നും ബാധിക്കാതെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതും. രണ്ടാമത്തത് നമ്മൾ കൊടുക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിന് ഒരു ലോ റിലക്റ്റൻസ് പാത്ത് ഉണ്ടാക്കുക എന്നുള്ളതുമാണ് എന്തിൻ്റെ ജോലി എന്ന് പറയുന്നത്, യോക്കിൻ്റെ ജോലി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് പോൾസ് ആൻഡ് പോൾ ഷൂ. അതായത് നമുക്കറിയാം നമ്മൾ മാഗ്നറ്റിക് ഫീൽഡാണ് ഉണ്ടാക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ പെർമനൻറ്റ് മാഗ്നറ്റ് കൊണ്ട് ഉണ്ടാക്കിയാൽ അതൊരു ചെറിയ സ്ട്രോങ് കുറഞ്ഞ വളരെ വീക്കായിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ ഉണ്ടാക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റ് കൊണ്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ഒരു ആ പോൾ ഷൂയും കൂടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും. പോൾ ഷൂ എന്ന് പറയുന്നത് നമ്മൾ എന്തിനാണ് ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്, അതായത് നമ്മുടെ എയർ ഗ്യാപ്പിലേക്ക് ഫുള്ളായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഫുള്ളായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് സ്പ്രെഡ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പോൾ ഷൂ യൂസ് ചെയ്തിട്ടുള്ളത്. അത് കറക്റ്റ് പോൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, മൊത്തമായിട്ട് എന്ത് ചെയ്യില്ല, മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ വീക്കനിങ് ഫ്ലക്സ് പല സ്ഥലത്തും ഉണ്ടാവും. അപ്പോൾ അതില്ലാതിരിക്കുക എല്ലായിടത്തും സ്ട്രോങ് ഫ്ലക്സ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് പോൾസ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ പോൾ ഷൂവും പോളും കൂടി നമ്മളെന്താണ് ലാമിനേറ്റ് ചെയ്ത് എഡ്ഡി കറണ്ട് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ലാമിനേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, ബോൾട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. യോക്കിൽ ബോൾട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ആ പോളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ പോള് വൈൻഡ് ചെയ്യുന്നത് എന്താണ്, പോൾ വൈൻഡിങ് ദ കോയിൽസ് അറൗണ്ട് ദ നോൺ ആസ് ഫീൽഡ് എക്സൈറ്റിംഗ് കോയിൽ എന്നാ പറയാം. അതിലേക്കാണ് നമ്മൾ, ആ കോയിലിലേക്കാണ്, പോളിലൂടെ വൈൻഡ് ചെയ്ത കോയിലിലേക്കാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇപ്പോൾ വൈൻഡിങ്ങിനെ സപ്പോർട്ട് ചെയ്യും കൂടിയും എന്തിൻ്റെ ജോലിയാണ്, പോൾ ഷൂവിൻ്റെ ജോലിയാണ്. ഓക്കെ, അപ്പോൾ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, സപ്ലൈ കൊടുക്കുമ്പോൾ നമുക്കറിയാം ഒരു കോയിലിലേക്ക് സപ്ലൈ കൊടുത്താൽ എന്താണ് സംഭവിക്കുക, അത് മാഗ്നറ്റായി മാറും. അപ്പോൾ ആ മാഗ്നറ്റായി മാറുമ്പോൾ ഇപ്പോൾ നമുക്ക് 4 പോൾ ഉണ്ടെന്നെങ്കിൽ ഒന്ന് നോർത്ത് പോളും ഒന്ന് സൗത്ത് പോളും, അങ്ങനെ 2 നോർത്ത് പോളും 2 സൗത്ത് പോളും നമുക്കുണ്ട്. ആ നോർത്ത് പോളിൻ്റെയും സൗത്ത് പോളിൻ്റെയും ഇടയിലാണ് എന്തുണ്ടാവുക, സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. അത് കഴിഞ്ഞ് ഒരു എയർ ഗ്യാപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ മാഗ്നറ്റ് ഉണ്ടാവും, ആർമേച്ചർ ഉണ്ടാവും. ആ ആർമേച്ചറിനെയാണ് നമ്മൾ എന്തായിട്ട് കാണുന്നത്, കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറായിട്ട് കാണുന്നത്. അപ്പോൾ ഇത്രയാണ് എന്തുണ്ടാവും, പോളുണ്ടാവും, പോൾ ഷൂ ഉണ്ടാവും, പോൾ വൈൻഡിങ് ഉണ്ടാവും. ഓക്കെ, ലാമിനേറ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാണ് ലാമിനേറ്റഡ് കോറായിട്ടായിരിക്കും പോൾ ഉണ്ടാവുക. അതിൻ്റെ അടിയിൽ എക്സ്റ്റെൻഡഡ് പാർട്ടായിട്ടാവും പോൾ ഷൂ ഉണ്ടാവുക. അതിൻ്റെ ചുറ്റുമായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക, നമ്മൾ വൈൻഡ് ചെയ്തിട്ടുണ്ടാവും. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ആർമേച്ചർ കോറും ആർമേച്ചർ വൈൻഡിങ്ങുമാണ്. ഒരു സിലിണ്ടറിക്കൽ ഡ്രം ആയിരിക്കും, നമ്മൾ ഇതിൻ്റെ മുന്നേ കണ്ടിട്ടുണ്ടാവും. ഒരു സിലിണ്ടറിക്കൽ ഡ്രം ആയിരിക്കും, അതിൽ സ്ക്യൂയിങ് ഉണ്ടാവും. അതും ഇതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ലാമിനേറ്റ് ചെയ്തിട്ടുണ്ടാവും. ലാമിനേറ്റ് ചെയ്ത് എന്തിനാണ്, എഡ്ഡി കറണ്ട് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് ലാമിനേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ ഉള്ളിലൊക്കെ ഓരോ സ്ലോട്ടുകൾ ഉണ്ടാവും. സ്ലോട്ടുകൾ എന്ന് പറഞ്ഞാൽ ആ സ്ലോട്ടിനുള്ളിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വൈൻഡിങ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്ലോട്ട് 3 വിധത്തിലുണ്ട്.
അതുപോലെ ജനറേറ്ററിലായാലും ഉണ്ട് 3 വിധം. ഏതൊക്കെയാണ്? ഓപ്പൺ ടൈപ്പ് ഉണ്ടാവും, അതുപോലെ തന്നെ ക്ലോസ്ഡ് ടൈപ്പ് ഉണ്ടാവും, അതുപോലെ തന്നെ സെമി ക്ലോസ്ഡ് ടൈപ്പും ഉണ്ടാവും. 3 വിധത്തിലുണ്ടാവും. അപ്പോൾ ആ 3 വിധത്തിലുള്ള സ്ലോട്ടുകളെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെയാണ് വരയ്ക്കുന്നത്? ഒന്ന് ഓപ്പൺ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും സ്ലോട്ട് വരിക. രണ്ടാമത്തെ സെമി ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും സെമി ക്ലോസ്ഡ് സ്ലോട്ടുകൾ ഉണ്ടാവുക. ഇനി ക്ലോസ്ഡ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ആർമേച്ചറിൻ്റെ ഇതിങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്ലോസ്ഡ് ടൈപ്പ് ഇതുപോലെ ഇങ്ങനെ റൗണ്ടായിട്ട് ഉള്ളിലൂടെ ആയിരിക്കും എന്തുണ്ടാവുക. അപ്പോൾ അങ്ങനെ 3 ടൈപ്പ് എന്തുണ്ടാവും? സ്ലോട്ടുകൾ ഉണ്ടാവും. ഇനി ആ സ്ലോട്ടിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്? വൈൻഡ് ചെയ്യാണ്. ആർമേച്ചർ വൈൻഡിങ്, DC ആർമേച്ചർ വൈൻഡിങ് എന്ന് പറഞ്ഞാൽ 2 വിധത്തിലുണ്ട്. വേവ് വൈൻഡിങ്ങും അതുപോലെ തന്നെ ലാപ്പ് വൈൻഡിങ്ങും. വേവ് വൈൻഡിങ്ങും ലാപ്പ് വൈൻഡിങ്ങും എങ്ങനെയാണ് നമ്മൾ ജനറേറ്ററിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ജനറേറ്ററിൻ്റെ കേസിലായാലും മോട്ടറിൻ്റെ കേസിലായാലും നമ്മൾ വൈൻഡ് ചെയ്യുന്നത്, ആർമേച്ചർ വൈൻഡ് ചെയ്യുന്നത് 2 വൈൻഡിങ്ങും ആണ്. അതാണ് ഒന്ന് ഏതാണ്? ഫീൽഡ് വൈൻഡിങ്ങും, ഒന്ന് ലാപ്പ് വൈൻഡിങ്ങും, രണ്ടാമത്തത് വേവ് വൈൻഡിങ്ങും. ഇത്രയാണ് എന്തുണ്ടാവുക? ആർമേച്ചർ സെക്ഷനിൽ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റർ സെക്ഷനാണ്. അതായത് ആർമേച്ചറിൻ്റെ എൻഡ്, കണ്ടക്ടറുകളുടെ എൻഡൊക്കെ വന്നിട്ട് എന്തിലേക്കാണ് ഉണ്ടാവുക? നമുക്കറിയാം വൈൻഡിങ് വരച്ചപ്പോൾ നമ്മൾ നോക്കിയാണ് എല്ലാം കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റിലേക്കാണ് വരിക. അപ്പോൾ അതുപോലെ തന്നെ ആർമേച്ചറിൻ്റെ പോലെ തന്നെ ഒരു കുറേ സെഗ്മെൻറ്റുകളായിട്ട് ഷാഫ്റ്റിൽ വെച്ചിട്ടുണ്ടാവും. എന്തെന്ന് പറയുന്നത്? കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്നത്. ആ കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ബ്രഷ് കൊടുക്കുന്നത്. ഓക്കെ. അപ്പോൾ ആ ബ്രഷിലൂടെയാണ് നമ്മൾ എന്തിലേക്ക് കൊടുക്കുക? ഫീൽഡ് വൈൻഡിങ്, കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ആവണമെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കണം? കറണ്ട് കൊടുക്കണം ആർമേച്ചറിലേക്ക്. ആ ബ്രഷിലൂടെയാണ് നമ്മൾ ബ്രഷ് ത്രൂ കമ്മ്യൂട്ടേറ്ററാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? സപ്ലൈ ആർമേച്ചറിലേക്ക് കൊടുക്കുന്നത്. ഈ ജനറേറ്റർ ആണെങ്കിൽ സപ്ലൈ അവിടെ നിന്ന് എടുക്കുന്നത് എന്ത് വഴിയാണ്? കമ്മ്യൂട്ടേറ്ററും ബ്രഷും ത്രൂ ആണ്. അപ്പോൾ ഈ കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്നത് ആൾട്ടർനേറ്റിംഗ് ടോർക്കിനെ എന്താക്കുകയാണ്? യൂണി ഡയറക്ഷണൽ ടോർക്ക്, അതായത് AC-നെ DC ആക്കുക എന്നുള്ളതാണ് എന്തിൻ്റെ വർക്ക് എന്ന് പറയുന്നത്? കമ്മ്യൂട്ടേറ്ററിൻ്റെ വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്, കമ്മ്യൂട്ടേറ്റർ യൂസ് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ കാർബൺ ബ്രഷുകൾ എന്തിനാണ്? നമ്മൾ സപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മളിപ്പോൾ കോപ്പർ ബ്രഷുകളോ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ? ഹൈ ഗ്രേഡ് കാർബൺ റെക്റ്റാങ്കുലർ ഷേപ്പിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ കാർബൺ ബ്രഷ് കൊടുക്കാൻ ഉള്ള കാരണം എന്ന് വെച്ചാൽ സ്പാർക്കിംഗ് ഒഴിവാക്കാനും സ്പാർക്കിംഗ് മൂലമുള്ള ഡേഞ്ചറൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ്. അത് റൊട്ടേറ്റിംഗ് പാർട്ടിലേക്ക് നമ്മൾ ഒരു കോപ്പർ ബ്രഷ് തന്നെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സ്പാർക്കിംഗ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കാർബൺ ബ്രഷുകൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് എന്ത് എന്ന് പറയുന്നത്? നമ്മുടെ ഒരു മോട്ടോറിൻ്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷനാണ്. അതായത് DC മോട്ടോറിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. DC മോട്ടോറിനെ നമ്മൾ എങ്ങനെയൊക്കെ DC ജനറേറ്ററിനെ ക്ലാസിഫൈ ചെയ്തത് എങ്ങനെയാണോ അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസിഫൈ ചെയ്യാം. എന്താണ്? സെപ്പറേറ്റ്ലി എക്സൈറ്റഡ്, സെൽഫ് എക്സൈറ്റഡ് ആദ്യമായിട്ട് തരംതിരിക്കാം. അതിൽ സെൽഫ് എക്സൈറ്റഡ് നമ്മൾ DC ഷണ്ട്, DC സീരീസ് മോട്ടോർ, DC കോമ്പൗണ്ട് മോട്ടോർ എന്ന് തരംതിരിക്കാം. പിന്നെ അതുപോലെ തന്നെ എന്തുണ്ട്? പെർമനൻറ്റ് മാഗ്നറ്റ് DC മോട്ടോഴ്സും ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മോട്ടോറിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ആണ്. സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ആണ് നമുക്കറിയാം. എന്താണ്? സപ്ലൈ നമ്മൾ കൊടുക്കുന്നത്, എക്സൈറ്റിംഗ് സപ്ലൈ നമ്മൾ കൊടുക്കുന്നത് എന്തിലേക്കാണ്? നേരിട്ട് ഫീൽഡ് വൈൻഡിങ്ങിലേക്കാണ്. അത് നേരെ എന്തിലേക്ക് ഉണ്ടാവും? ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യും. ആ ആർമേച്ചറിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആർമേച്ചറിലേക്ക് നമ്മൾ സെപ്പറേറ്റ് സപ്ലൈ കൊടുക്കുന്നുണ്ട് ത്രൂ. അപ്പോൾ ഇത് വഴിയാണ് എന്ത് ചെയ്യുന്നത്? മോട്ടോർ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇതിൽ വെരി അക്യുറേറ്റ് സ്പീഡ് കൺട്രോളാണ്. സ്പീഡ് കൺട്രോൾ നമുക്ക് വെരി അക്യുറേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും, കാരണം ഫീൽഡ് സെപ്പറേറ്റ് ആയതുകൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ എന്തിന് സ്പീഡ് വേരിയേഷൻ ആപ്ലിക്കേഷനൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് യൂസ് ചെയ്യാം. അതിൻ്റെ വോൾട്ടേജ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഷണ്ടിൻ്റെ അതേ വോൾട്ടേജ് ഇക്വേഷൻ തന്നെ-ആയിരിക്കും. ഈ നെക്സ്റ്റ് എന്ന് പറയുന്നത് സെൽഫ് എക്സൈറ്റഡ് ആണ്. സെൽഫ് എക്സൈറ്റഡിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് DC ഷണ്ട് മോട്ടറാണ്. നമുക്കറിയാം DC ഷണ്ട് മോട്ടോർ, DC ഷണ്ട് ജനറേറ്ററിൻ്റെ അതുപോലെ തന്നെയാണ് ഫീൽഡ് വൈൻഡിങ്ങും ആർമേച്ചർ വൈൻഡിങ്ങും എന്തായിരിക്കും? പാരലായിട്ടായിരിക്കും. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സപ്ലൈ കൊടുക്കുന്നത് നേരിട്ടായിരിക്കും. നമ്മൾ ജനറേറ്ററിൻ്റെയും ഇതിൻ്റെയും ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ജനറേറ്റർ എന്ന് പറയുന്നത് IA ആയിരുന്നു ലാർജർ കറണ്ട് എന്ന്. കറണ്ട് റിലേഷനിൽ വ്യത്യാസം ഉണ്ടാവും.
ഐ എ ആയിരുന്നു ലാർജ് കറണ്ട് എന്ന് പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ ജനറേറ്റർ ആർമേച്ചറിൽ നിന്നാണ് കറണ്ട്. ഐ എ ഈസ് ഈക്വൽ ടു ഐ എൽ പ്ലസ് അല്ലെങ്കിൽ ഐ പ്ലസ് ഐ എസ് എച്ച് എന്നായിരുന്നു. പക്ഷേ മോട്ടർ ആകുമ്പോൾ നമ്മൾ സപ്ലൈ അങ്ങോട്ട് കൊടുക്കുകയാണ്. ഉണ്ടാവുന്നത് ആർമേച്ചർ കറണ്ട് ജനറേറ്റഡ് ഇ എം എഫ് അല്ല, ഇ ബി ആണ്, ബാക്ക് ഇ എം എഫ് ആണ് ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ ഈസ് ഈക്വൽ ടു ഐ എ പ്ലസ് ഐ എസ് എച്ച് ആയിരിക്കും. നമുക്ക് ആ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും അല്ലേ. ഐ ആണ് ലാർജർ കറണ്ട്, അത് ഐ എയും ഐ എസ് എച്ചും ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഐ ഈസ് ഈക്വൽ ടു ഐ എ പ്ലസ് ഐ എസ് എച്ച് ആയിരിക്കും. അതിൽ ഐ എ എന്ന് പറയുന്നത് ആർമേച്ചർ കറണ്ട് ആയിരിക്കും. ഐ എസ് എച്ച് എന്ന് പറയുന്നത് വി ബൈ ആർ എസ് എച്ച് ആയിരിക്കും. നമുക്ക് ആദ്യം അറിയാം, ആർ എസ് എച്ചിൽ വലിയ നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് സപ്ലൈ വോൾട്ടേജ് വി ബൈ ആർ എസ് എച്ച് എന്നാണ് എന്തെന്ന് പറയുന്നത്, ഐ എസ് എച്ച് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഷണ്ട് മോട്ടോർ കോൺസ്റ്റൻറ്റ് ഫ്ലക്സ് മോട്ടോറാണ്. അതുകൊണ്ട് സപ്ലൈ വോൾട്ടേജ് വി ഈസ് ഈക്വൽ ടു ഇ ബി പ്ലസ് ഐ എ ആർ എ ആണ്. അപ്പോൾ ഐ എ ആർ എ നമുക്ക് ഐ എ കിട്ടണം. ഐ എ കിട്ടണമെങ്കിൽ എന്താണ്, ഐ മൈനസ് ഐ എസ് എച്ച് ആണ്. അപ്പോൾ നമുക്ക് ഐ അറിയാം, ഐ എസ് എച്ച് വി ബൈ ആർ എസ് എച്ച് ആണെന്ന് അറിയാം. ഐ മൈനസ് ഐ എസ് എച്ച് ആണ് എന്തെന്ന് പറയുന്നത്, ഐ എന്ന് പറയുന്നത്. ഇ വി ഈസ് ഈക്വൽ ടു ഇ ബി പ്ലസ് ഐ എ ആർ എ അല്ലെങ്കിൽ ഇ ബി ഈസ് ഈക്വൽ ടു വി മൈനസ് ഐ എ ആർ എ. നമ്മൾ ജനറേറ്ററിൽ ഇ ജി ഈസ് ഈക്വൽ ടു വി പ്ലസ് ഐ എ ആർ എ എന്ന് പറഞ്ഞു. അതിൽ ജനറേറ്റഡ് ഇ എം എഫ് ആയിരുന്നു എന്ത്, വലുത്. ഇതിലെന്താണ്, സപ്ലൈ വോൾട്ടേജ് ആണ് വലുത്. അതുകൊണ്ട് വി ഈസ് ഈക്വൽ ടു ഇ ബി പ്ലസ് ഐ എ ആർ എ അല്ലെങ്കിൽ ഇ ബി ഈസ് ഈക്വൽ ടു വി മൈനസ് ഐ എ ആർ എ എന്ന് പറയേണ്ടി വരും. അതായത് ഇ ബി എന്ന് പറയുന്നത് എന്താണ്, ബാക്ക് ഇ എം എഫ് ആണ്. ആർ എ എന്ന് പറയുന്നത് ആർമേച്ചർ റെസിസ്റ്റൻസ് ആണ്. ഐ എ എന്ന് പറയുന്നത് എന്താണ്, ആർമേച്ചർ കറണ്ടുമാണ്. ആ ഒരു ചെറിയ വ്യത്യാസമാണുള്ളത്. അതായത് രണ്ട് വ്യത്യാസമുണ്ട്. ഒന്ന് ഐ എ ഈസ് ഈക്വൽ ടു ഐ എൽ മൈനസ് ഐ എസ് എച്ച് ആണ്. അതുപോലെ തന്നെ എന്താണ്, ഇ ജി ഈസ് ഈക്വൽ ടു വി പ്ലസ് ഐ എ ആർ എ എന്നുള്ളത് വി ഈസ് ഈക്വൽ ടു ഇ ജി പ്ലസ് അല്ലെങ്കിൽ ഇ ബി പ്ലസ് ഐ എ ആർ എ ആണ്. അതാണ് വ്യത്യാസം. ഇനി അതുപോലെ തന്നെ രണ്ടാമത്തെ എന്ന് പറയുന്നത് എന്താണ്, ഡി സി സീരീസ് മോട്ടറാണ്. ഡി സി സീരീസ് മോട്ടറിൽ എന്താണ്, ഐ എ ഈസ് ഈക്വൽ ടു ഐ എസ് എസ്, ഐ എൽ ഈസ് ഈക്വൽ ടു ഐ എസ്. അപ്പോൾ അതിന് നമുക്ക് ഐ എന്ന് എഴുതാം. എന്നിട്ട് നമുക്ക് എന്ത് എഴുതാം, വോൾട്ടേജ് ഇക്വേഷനിൽ വ്യത്യാസം ഉണ്ടാവും. എന്താണ്, ഡി സി സീരീസ് മോട്ടോർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൈ സ്പീഡ് മോട്ടറാണ്. ഹൈ സ്പീഡ് മോട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളൊരു സ്റ്റാർട്ടർ വെച്ചിട്ട് ഇറക്കുമ്പോൾ വെരി ഡേഞ്ചറസ്ലി ഹൈ സ്പീഡിൽ സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈ സ്പീഡ് മോട്ടർ ആയതുകൊണ്ട് നമ്മൾ ഡി സി സീരീസ് മോട്ടറിനെ യൂണിവേഴ്സൽ മോട്ടർ എന്നും പറയാം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ ഒരിക്കലും നോ ലോഡിൽ സ്റ്റാർട്ട് ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. എന്തിനെ, ഡി സി സീരീസ് മോട്ടറിനെ. കാരണം എന്താ വെച്ചാൽ ഡേഞ്ചറസ്ലി ഹൈ സ്പീഡിലായിരിക്കും നോ ലോഡിൽ നമ്മൾ ചെയ്താൽ, അതായത് ആ ഫീൽഡ് ഫ്ലക്സിലേക്ക് വരുന്ന കറണ്ട് വളരെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്താണ്, വളരെയധികം കൂടുതലായിരിക്കും എന്ത്, സ്പീഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ചെറിയൊരു ലോഡ് കൊടുത്തിട്ട് വേണം എന്ത് ചെയ്യാൻ, ഡി സി സീരീസ് മോട്ടർ സ്റ്റാർട്ട് ചെയ്യാൻ. ഇനി അതിൽ കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, ആർമേച്ചർ വൈൻഡിങ്ങും ഫീൽഡ് വൈൻഡിങ്ങും സീരീസ് ആയതുകൊണ്ട് ഐ ഈസ് ഈക്വൽ ടു ഐ എൽ പ്ലസ് ഐ എ ഐ ഈസ് ഈക്വൽ ടു ഐ എ ഈസ് ഈക്വൽ ടു ഐ എസ് സി ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം, അതിനെ ഐ എന്നെഴുതാം. ഇനി അതിലൂടെ പോകുന്ന വോൾട്ടേജ് ഡ്രോപ്പ് രണ്ടിലും വ്യത്യാസം ഉണ്ടാവും. ഐ എ ആർ എ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ആയിരിക്കും. അതുപോലെ തന്നെ ഐ എ ആർ എസ് ഒരു വോൾട്ടേജ് ഡ്രോപ്പ്. അതിന് രണ്ടിനെയും നമ്മൾ ഐ എന്ന് എടുക്കുകയാണെങ്കിൽ ഐ ഇൻറ്റു ആർ എ പ്ലസ് ആർ എസ് എന്ന് വരും അല്ലേ. സപ്ലൈ വോൾട്ടേജ് ആണ് വലുത്. അതുകൊണ്ട് വി ഈസ് ഈക്വൽ ടു ഇ ബി, ബാക്ക് ഇ എം എഫ് ഇ ബി പ്ലസ് ഐ എ അല്ലെങ്കിൽ ഐ ഇൻറ്റു ആർ എ പ്ലസ് ആർ എസ് എന്ന് വരും. നമ്മൾ എന്തെടുത്തു, ഐ എനെ കോമൺ ആക്കി എടുത്തു. ഐ എ ഈസ് ഈക്വൽ ടു ഐ ആയതുകൊണ്ട് ഐ എനെ നമ്മൾ എന്താക്കി എടുത്തു, കോമൺ ആക്കി എടുത്തു. അതുകൊണ്ട് വി ഈസ് ഈക്വൽ ടു ഇ ബി പ്ലസ് ഐ എ ഇൻറ്റു ആർ എ പ്ലസ് ആർ എസ് എന്ന് വരും. ഓക്കെ, അപ്പോൾ അതാണ് സീരീസ് മോട്ടോർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഡി സി കോമ്പൗണ്ട് മോട്ടറാണ്. അപ്പോൾ കോമ്പൗണ്ട് മോട്ടോറിൽ ഷണ്ട് സീരീസ് വൈൻഡിങ് ഉണ്ടാവും. രണ്ടും ഉണ്ടാവുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സീരീസ് കോമ്പൗണ്ട് മോട്ടോറുകൾ എന്ന് പറയുന്നത്. ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് മോട്ടർ എന്ന് പറഞ്ഞാൽ സീരീസ് ഫീൽഡ് വൈൻഡിങ്ങിൻ്റെയും അതുപോലെ തന്നെ ഷണ്ട് ഫീൽഡിങ്ങിൻ്റെയും കറണ്ട് ഫ്ലോ ഒരേ ഡയറക്ഷനിലാണ് വരുന്നതെങ്കിൽ എന്തായിട്ടാണ് വരിക, ഫ്ലക്സ് ആഡ് ആയിട്ടാണ് വരിക. അതിന് നമ്മൾ എന്തെന്ന് പറയും, ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് എന്നും പറയും. അതുപോലെ തന്നെ എന്താ വരിക, ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ വരിക, ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ രണ്ട് ഫ്ലക്സിൻ്റെയും ഓപ്പോസിഷൻ അതായത് ഡിഫറൻസ് ആണ് എന്തായിട്ട് വരിക, ടോട്ടൽ ഫ്ലക്സ് ആയിട്ട് വരിക. അപ്പോൾ അതിനെ നമ്മൾ എന്തെന്ന് പറയും, ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് എന്ന് പറയും. നമുക്ക് കോമ്പൗണ്ട് മോട്ടറിനെ അതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും. ഒന്ന്
ഇപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെ ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഷോർട്ട് ഷണ്ട് എന്ന് പറയും. ഷോർട്ട് ഷണ്ട്. കാരണം എന്താണ്? ആർമേച്ചറിന് മാത്രമായിട്ടാണ് ഷണ്ട് ഫീൽഡ് ഉള്ളത്. ഇനി അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ലോങ് ഷണ്ട് എന്ന് പറയാം. കൺസ്ട്രക്ഷൻ്റെ അടിസ്ഥാനത്തിൽ ലോങ് ഷണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും എന്ത്? ലോങ് ഷണ്ട് ഉണ്ടാവുക. അതായത് ആർമേച്ചറിനും ഫ്ലക്സ് സീരീസ് ഫീൽഡിനും അക്രോസ് ആയിട്ട് നമ്മൾ എന്ത് കൊടുക്കുകയാണ്? നമ്മുടെ ഷണ്ട് വൈൻഡിങ് കൊടുക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലോങ് ഷണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഒന്ന് ഷോർട്ട് ഷണ്ടും അതുപോലെ തന്നെ ലോങ് ഷണ്ട് എന്ന് പറഞ്ഞും നമുക്ക് എന്ത് ചെയ്യാം? രണ്ടായിട്ട് തരംതിരിക്കാം. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷനിൽ എന്താണ്? ഷോർട്ട് ഷണ്ടിൻ്റെ ഇക്വേഷനിൽ എന്താ വരിക? വി ഇൻറ്റു IARA പ്ലസ് വി ISH ഇസ് ഈക്വൽ ടു എന്ത് വരും? നമുക്ക് ISH കിട്ടണം. ISH കിട്ടണമെങ്കിൽ എന്താ കിട്ടുക? വി പ്ലസ് ISC RSC ബൈ RSH ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ISH കിട്ടും. പിന്നെന്താണ്? ഇക്വേഷൻ എന്ന് പറയുന്നത് എന്ത് തന്നെ ആയിരിക്കും? നമ്മളെ പഴയ ഇക്വേഷൻ തന്നെ ആയിരിക്കും. EG ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞു വരുന്നതിന് പകരം എന്ത് വരും? വി ഇസ് ഈക്വൽ ടു EB പ്ലസ് എന്തുണ്ടാവും? ISC RSC പ്ലസ് IARA എന്ന് വരും അല്ലേ? ഇതാണ് എന്ത്? ഷോർട്ട് ഷണ്ടിൻ്റെ ഇക്വേഷൻ. ഇനി അതുപോലെ തന്നെ ലോങ് ഷണ്ടിൻ്റെ ഇക്വേഷൻ എന്ത് വരും? DC സീരീസിൻ്റെ അതേ ഇക്വേഷനായിട്ട് വരിക അല്ലേ? DC സീരീസിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? വി ഇസ് ഈക്വൽ ടു EB പ്ലസ് IA ഇൻറ്റു RA പ്ലസ് RSC എന്ന് വരും അല്ലേ? രണ്ടും ഒരേ കറണ്ട് ആയതുകൊണ്ട് എന്ത് വരും? RA പ്ലസ് RSC എന്ന് വരും. IAയും ISC ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് IA എന്ന് കോമൺ ആയിട്ട് എടുക്കാം. ഓക്കെ. അപ്പോൾ ഇത്രയാണ് എന്തെന്ന് പറയുന്നത്? വോൾട്ടേജ് ഇക്വേഷൻസും അതുപോലെ ക്ലാസിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. എന്തിൻ്റെ? DC മോട്ടോറിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് സെക്ഷനായിട്ട് പഠിക്കാനുള്ളത്. ഈ നെക്സ്റ്റ് ടോർക്ക് ഇക്വേഷൻ അതുപോലെ തന്നെ സ്പീഡ് ഇക്വേഷൻസൊക്കെ നമുക്ക് DC മോട്ടോറിൻ്റെ സെക്ഷനിൽ പഠിക്കാനുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത സെക്ഷനിൽ കൈകാര്യം ചെയ്യാം. ഓക്കെ.